കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ 4 സീറ്റുകളിൽ LDF-ന് ജയം. അമണൂര്, മുസ്ലിം സ്ട്രീറ്റ്, ഒപ്പം തന്നെ ശാസ്താമുകൾ, ചന്തമുഖ എന്നീ വാർഡുകളിൽ ജയിച്ചിരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് നഗരസഭയുടെ കൂടി കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. കോഴിക്കോട് നഗരസഭയുടെ ചില വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ കോഴിക്കോടിന്റെ ഗ്രാമപഞ്ചായത്ത് വിവരങ്ങളും ഒക്കെ വരുന്നുണ്ട്. കോർപ്പറേഷൻ കൂടി അറിയേണ്ടതുണ്ട്. പത്തനംതിട്ട നഗരസഭ നോക്കാം. പത്തനംതിട്ട നഗരസഭയിൽ പത്തനംതിട്ട UDF, അടൂർ LDF, തിരുവല്ല UDF, പന്തളം LDF. പന്തളത്ത് പക്ഷേ പോസ്റ്റൽ മുനിസിപ്പാലിറ്റി LDF ലീഡ് ചെയ്യുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയാണ്. ഇതുവരെ വരാതിരുന്ന ഒരു വിവരമാണ്. നേരത്തെ നമ്മൾ കൊച്ചി കോർപ്പറേഷൻ LDF ലീഡ് ചെയ്യുന്നു. മാറ്റം വരുന്നുണ്ട്. LDF മെല്ലെ ലീഡ് ഉയർത്തുന്നുണ്ട്. അവർ 4ലേക്ക് വന്നിരിക്കുന്നു. നേരത്തെ 3 ആയിരുന്നു നിർമ്മൻ പറഞ്ഞപ്പോൾ, ഇപ്പോൾ 4ലേക്ക് വന്നിരിക്കുന്നു. BJP പക്ഷേ 7 നിൽക്കുകയാണ്. 7ഇടത്ത് UDF ഒരിടത്ത് മാത്രം ലീഡ് ചെയ്യുന്നു. അപ്പോൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ LDF ലീഡ് ചെയ്യുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF 4ഇടത്താണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. NDA 7ഇടത്ത് ലീഡ് ചെയ്യുന്നു. UDF ഒരിടത്തും മാത്രം. ഇതാണ് ഉള്ളത്. ഇപ്പോൾ ശ്രീലേഖ ശാസ്തമംഗലം വാർഡിൽ പിന്നിലാണ് എന്നുള്ള ഒരു വിവരം ഉണ്ട്. നേരത്തെ നമ്മൾ നിർഭനോട് അത് കാര്യം ചോദിച്ചിരുന്നു. പത്തനംതിട്ട നഗരസഭയിൽ ഒപ്പത്തിനൊപ്പം എത്തി നിൽക്കുകയാണ് LDF-ഉം UDF-ഉം. നേരത്തെ അല്പം LDF ലീഡായിരുന്നു പത്തനംതിട്ടയിലെങ്കിൽ ഇപ്പോൾ ഒപ്പത്തിനൊപ്പമായിരിക്കുന്നു. ഇനി ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് പോയാൽ LDF-ന് ലീഡ് എന്ന പ്രധാനപ്പെട്ട വിവരം വന്നിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷൻ LDF മുന്നിൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡ് നിലയെ സംബന്ധിച്ച വിവരം തന്നെയാണ്. കാരണം അവിടെ UDF ഭരണം നിൽക്കുന്ന കോർപ്പറേഷനാണ്. അവിടെ ഇപ്പോൾ ലീഡ് നിലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പത്തനംതിട്ട ഗ്രാമപഞ്ചായത്തുകൾ നോക്കിയാൽ 5ഇടത്ത് LDF, 9ഇടത്ത് UDF എന്നുള്ള വലിയ തോതിൽ മെച്ചപ്പെട്ടു വരുന്ന, അല്ലെങ്കിൽ അവിടെ പൂർണ്ണമായി ഒരു ഇടതുപക്ഷ സ്വാധീനത്തിൽ അല്ലെങ്കിൽ വിജയം നിൽക്കുന്ന ഒരു ജില്ലയിലാണ് ഇപ്പോൾ ഈ വിവരം. കാസർഗോഡ് വരുന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ 1 സീറ്റിൽ UDF, 2 സീറ്റിൽ LDF ലീഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആലപ്പുഴയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു LDF 8ഇടത്ത് ലീഡ് ചെയ്യുന്നു പഞ്ചായത്ത്. UDF ഒരിടത്ത് മാത്രം. ബ്ലോക്ക് പഞ്ചായത്തിൽ LDF 2ഇടത്ത്, UDF ഒരിടത്ത്. മുനിസിപ്പാലിറ്റിയിൽ LDF 2, UDF 1, NDA 1. ജില്ലാ പഞ്ചായത്ത് വന്നിട്ടില്ല. തൃശൂർ ഗ്രാമപഞ്ചായത്ത് 12 ഇടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നുണ്ട്. UDF 5 ഇടങ്ങളിൽ, NDA ഒരിടത്ത്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റേറ്റ് വൈഡ് നോക്കുകയാണെങ്കിൽ LDF 30ഇടത്ത്, UDF 18ഇടത്ത്, അതേഴ്സ് 3ഇടത്ത്. തിരുവനന്തപുരം കോർപ്പറേഷൻ നോക്കാം. LDF 4ഇടത്ത് ലീഡ് ചെയ്യുന്നു. NDA 8ഇടത്ത് ലീഡ് ചെയ്യുന്നു. UDF ഒരിടത്ത് തന്നെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. UDF ലീഡ് ചെയ്യുന്നത് വലിയ തുറ വാർഡിൽ മാത്രം. എന്ന് വെച്ചാൽ ശബരിനാഥൻ മത്സരിക്കുന്ന ഈ പറഞ്ഞ കവടിയാർ വാർഡിൽ അടക്കം UDF ലീഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വിവരം. 4ഇടത്ത് LDF-ഉം 8ഇടത്ത് NDA-യും ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് വന്നിട്ടുള്ളത്.